ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണിനമ്പൂതിരിപ്പാടിൻ്റെ തത്വമസി അഥവാ രാധാമാധവൻ എന്ന കവിതയാണ് ഇവിടെ ചൊല്ലാൻ ആഗ്രഹിക്കുന്നത്. രാധാദേവിയോട് കൂടിയിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ രാധാദേവി തന്നെ അറിയാതെ കാലുകൊണ്ട് ചവിട്ടിയപ്പോൾ ആ ഭഗവാന്റെ വാക്കുകൾ എങ്ങനെയാണ് എന്നുള്ള ഭാവനയാണ് ഇവിടെ സാക്ഷാൽ ഓട്ടൂർ പങ്കുവെക്കുന്നത്. അതാണ് ഇവിടെ ചൊല്ലി സമർപ്പിക്കുന്നത്. മാധവനെ ഇരുളിൽ നടക്കുന്ന രാധയൊന്നറിയാതെ ചവിട്ടിപ്പോയി. മാധവനെ ഇരുളിൽ നടക്കുന്ന രാധയൊന്നറിയാതെ ചവിട്ടിപ്പോയി. പെട്ടെന്നങ്ങു പരിഭ്രമം പൂണ്ടവൾ തൊട്ടുമൂർധാവിൽ വച്ചു ഭഗവാനെ. രാധിക തൻ പ്രവൃത്തി കണ്ടിത്തിരിയാധിയോടെ മുകുന്ദനരുൾ ചെയ്തു. എന്തു സാഹസമാണു നീ ചെയ്തതു ഹന്ത കഷ്ടമെൻ ജീവിത നായികേ. അപ്രതീക്ഷിതമാകുമീ വാക്കു കേട്ടൽപ്പമമ്പരന്നങ്കന ചോദിച്ചാൾ. തൊട്ടു മൂർധാവിൽ വെച്ച ഞാനെങ്ങിനെ തെറ്റുകാരത്തിയായെന്നറിഞ്ഞില്ല. ഈശ്വരനെ ചവിട്ടുന്നവരല്ലേ ശാശ്വതമായി നരകത്തിൽ വീഴുവോർ. പ്രേയസിയുടെ മുൻചൊന്നതായൊരു ന്യായമേറും കളമൊഴി കേൾക്കവേ നിത്യസംഭുല്ലമാകും മുഖാംബുജമത്യധീകമാധിയാൽ മ്ലാനമായി ഓമലാളേയ നിർവചനീയമാം പ്രേമമാർദ്ദവമോടെ തിരുമാറിൽ ചേർത്തു പുൽകിട്ടു ബാഷ്പമാം മുത്തുകൾ ചാർത്തി നാരീകുച കുങ്കുമങ്ങളിൽ വൽഗുവായി നെടുവീർപ്പിട്ടുകൊണ്ടേവം ഗദ്ഗദത്തിലുരച്ചാൻ ഗദാഗ്രജൻ. കഷ്ടമെൻ സഖി രാധേ ഇനിയും നീ ഒട്ടുമെന്നെ മനസ്സിലാക്കിയില്ലല്ലോ. വാസ്തവത്തിൽ
നരകാദികളുടെ വാർത്തയൊന്നും എനിക്കു തിരിയില്ല. പ്രേമമെന്ന രണ്ടക്ഷരം മാത്രമെൻ കോമളമാം മനസ്സിനറിഞ്ഞിടാം. ആട്ടെ ഞാനൊരു കാര്യം ഭവതിയോടിഷ്ട സോദരി ചോദിച്ചിടട്ടെയോ. നിന്റെ ഈ ഇടം കാൽ കൊണ്ടു നീ തന്നെ മറ്റേ കാലിന്മേലൊന്നു ചവിട്ടിയാൽ പാപം തീരുവാൻ വേണ്ടി നീ ദക്ഷിണപാദം തൊട്ടു തലയിൽ വയ്ക്കാറുണ്ടോ? നിന്റെ ഈ ഇടം കാൽ കൊണ്ടു നീ തന്നെ മറ്റേ കാലിന്മേലൊന്നു ചവിട്ടിയാൽ പാപം തീരുവാൻ വേണ്ടി നീ ദക്ഷിണപാദം തൊട്ടു തലയിൽ വയ്ക്കാറുണ്ടോ? ആയതു പതിവില്ലെങ്കിലെന്നോടു നീയിതേ വിധം ചെയ്തതു കഷ്ടമായി. നിന്നോടു നീ പെരുമാറിടും വിധമെന്നോടും പെരുമാറുന്നതാണിഷ്ടം. രണ്ടിച്ചുള്ളൊരീ നിന്റെ പെരുമാറ്റം ഒന്നിച്ചു ചേർന്നിരുന്നൊരൻ ജീവനെ ഖണ്ഡിച്ച പോലെ വല്ലാത്ത വേദന തോന്നിച്ചു നെഞ്ചിലെന്നു ധരിക്ക നീ. നമ്മൾ തമ്മിൽ കടുകോളമന്തരം നിർമ്മിച്ചിടുന്ന വേലകളേതൊന്നും പാർത്തിടുന്നതേനിക്കതീദണ്ഡമാം. വാസ്തവത്തിൽ നാം രണ്ടാളുമൊന്നല്ലോ. മാധവൻ തന്നെയല്ലയോ രാധിക, രാധിക തന്നെയല്ലയോ മാധവൻ. നമ്മൾ തമ്മിൽ കടുകോളമന്തരം നിർമ്മിച്ചിടുന്ന വേലകളേതൊന്നും പാർത്തിടുന്നതേനിക്കതീദണ്ഡമാം. വാസ്തവത്തിൽ നാം രണ്ടാളും ഒന്നല്ലോ. മാധവൻ തന്നെയല്ലയോ രാധിക, രാധിക തന്നെയല്ലയോ മാധവൻ. മാധവൻ തന്നെയല്ലയോ രാധിക, രാധിക തന്നെയല്ലയോ മാധവൻ. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണൻ തൻ്റെ ഹാസം നിറയുമനുപമ സുന്ദര ചുണ്ടിലെന്നും രാഗത്തിൻ തേൻ ചുരത്തും മധുരമുരളിയെ ഞാനിതാ കൈതൊഴുന്നേൻ. സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളികേ ഒന്നു നീ ചൊല്ലിടേണം. ഞാനാകുന്നോരി ജന്മ പശുവിനുടെ കഥ നന്ദജൻ തൻ്റെ കാതിൽ. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 915 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദ്വാദശ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ വിചാരം ചെയ്യുകയാണ്. പരീക്ഷിത് മഹാരാജാവ് യുഗങ്ങളെയും യുഗധർമ്മങ്ങളെയും അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് കാലസ്വരൂപിയായിരിക്കുന്ന ഭഗവാന്റെ ആ പരിമാണങ്ങളെ അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യങ്ങൾ, അതാണ് ഇവിടെ ശ്രീശബ്രഹ്മർഷിയുടെ വാക്കുകൾക്ക് കാരണമായിട്ട് തീരുന്നത്.
ഇവിടെ കലിയുഗം എന്താണ്, അല്ലെങ്കിൽ ആദ്യം മുതൽ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇതിൽ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്? സത്വഗുണപ്രധാനമാണ് സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു രജോ ഗുണപ്രധാനമായത് ത്രേതായുഗമാണ്, രജസ്സും തമസ്സും കലർന്നിരിക്കുന്നത് ദ്വാപരയുഗമാണ്, തമസ്സു മാത്രമുള്ളത് കലിയുഗമാണ് എന്ന് പറഞ്ഞു. യസ്മാൽ ക്ഷുദ്രദൃശോ മർത്യ ക്ഷുദ്രഭാഗ്യാ മഹാശനാഃ കാമിനോ വിത്തഹീനാശ്ച സ്വൈരിണ്യശ്ച സ്ത്രിയോ അസതി. യസ്മാത് മർത്യാഃ, ഏത് കാരണത്താൽ മനുഷ്യർ, ക്ഷുദ്രദൃശഃ, തുച്ഛകാര്യങ്ങളെ കാണുന്നവരും, ക്ഷുദ്രഭാഗ്യാഃ, ഭാഗ്യഹീനരും, മഹാശന, വലിയ ധാരാളം ഭക്ഷണം കഴിക്കുന്നവരും, കാമിനഃ, കാമികളും, വിത്തഹീന, ധനമില്ലാത്തവരും, സ്ത്രീയഃ സ്വൈരിണ്യഃ, സ്ത്രീകൾ പുരുഷന്മാരെ തിരഞ്ഞു നടക്കുന്നവരും, അസതി, പതിവ്രതകളല്ലാതെയും ഇരിക്കുന്നുവോ അത് കലിയുഗമാണ് എന്നറിയുന്നതാണ്. ഏതൊരു കാരണം കൊണ്ടാണോ മനുഷ്യർ നിസ്സാര കാര്യങ്ങളിൽ പോലും വലിയ താല്പര്യം, ഭാഗ്യമില്ല, ധനമില്ല, ധാരാളം ഭക്ഷിക്കണം എന്നുള്ള ചിന്ത, വിഷയാശ വലിയതായിട്ട് വർദ്ധിക്കുന്നു, സ്ത്രീകൾ പുരുഷന്മാരെ തേടി നടക്കുന്ന സ്വൈരിണികളാകുന്നു, കുലടകളായിട്ടുള്ള സ്ത്രീകള്, അതേപോലെ പാതിവൃത്യം എന്നുള്ളത് ഇല്ലാതെയാവുന്നു. ഈ സന്ദർഭം കലിയുടെ യുഗം ആരംഭിച്ചു എന്ന് മനസ്സിലാക്കൂ. ഇതൊക്കെ കലിയുടെ ദോഷങ്ങളാണ്. ദസ്വിൽ കൃഷ്ട ജനപദ വേദ പാഷണ്ഡ ദൂഷിത രാജാനശ്ച പ്രജാഭക്ഷ ശിഷ്ണോദര പരാദ്വിജ. പിന്നെ ജനപദാഹ, ജനവാസ കേന്ദ്രങ്ങൾ, ദസ്വിൽ കൃഷ്ട, ചോരന്മാരാകുന്ന പ്രധാനികളോട് കൂടിയിരിക്കും, വേദങ്ങളോ വേദാഹ പാഷണ്ഡ ദൂഷിത, പാഷണ്ഡന്മാരാൽ ദുഷിക്കപ്പെട്ടതാവും, രാജാനഹ, രാജാക്കന്മാരോ അവര് പ്രജാഭക്ഷ, പ്രജകളെ തന്നെ തിന്നുന്നവരായി മാറും, ദ്വിജാഹ, ബ്രാഹ്മണർ, ശിഷ്ണോദരപര, വിഷയതൽപരന്മാരും, അതേപോലെ ശിഷ്ണത്തിലും ഉദരത്തിലും താല്പര്യമുള്ള ആളുകൾ ഭക്ഷണപ്രിയരായി മാറും. കലിയുഗത്തിന്റെ അഭിവൃദ്ധിയില് ദേശങ്ങളിൽ പ്രമാണിമാര് എന്ന് പറയുന്നത് ആരാവും? കള്ളന്മാര്, തസ്കരന്മാര് ദേശത്തിന്റെ പ്രമാണികളായിട്ട് മാറും. അധികാരസ്ഥാനത്തുള്ള ആളുകളൊക്കെ ഒരുപാട് കളവ് നടത്തുന്നവരും ചതി ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് മാറും. സ്വേച്ഛാനുസരണം കൽപ്പിക്കപ്പെടുന്ന അനേക മതങ്ങൾ വേദമാർഗങ്ങളെ ദുഷിപ്പിക്കും. അവരുടെ മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം. ഈ അഭിപ്രായങ്ങൾ അത് പാഖണ്ഡന്മാരുടെ അല്ലെങ്കിൽ പാഷണ്ഡന്മാരുടെ, നിരീശ്വരവാദികളാൽ അത് പറഞ്ഞ് വേദമാർഗങ്ങളെ ദുഷിപ്പിക്കും. രാജാക്കന്മാരെ എങ്ങനെയാവണം? പ്രജകളെ തന്റെ മക്കളെ പോലെ കാണുന്നവരാവണം. എന്നാൽ അങ്ങനെയല്ല, രാജാക്കന്മാർ പ്രജകളെ തന്നെ ഭക്ഷിക്കുന്നവരാവും എന്ന് പറഞ്ഞാൽ തന്റെ പ്രജകളെ ക്ലേശിപ്പിക്കുന്നവരായിട്ട് മാറും രാജാക്കന്മാർ. ബ്രാഹ്മണർ ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് വളരെ ലളിതമായ ജീവിതം, വളരെ കുറച്ച് ഭക്ഷണം, ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. അത് മാറിയിട്ട് വിഷയസുഖം അനുഭവിക്കുന്നതിൽ താല്പര്യമുള്ള ആളുകളും, അതേപോലെ ഭക്ഷണം വളരെയധികം കഴിക്കുന്ന അത്യാർത്തിയുള്ള ആളുകളായും മാറും എന്നുള്ളത് കലിയുഗത്തിന്റെ പ്രത്യേകതയാണ്. പിന്നെ കലിയുഗത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താ? അവ്രത, വടവോ അശൗച, ഭിക്ഷവശ്ച കുടുംബിന, തപസ്വിനോ ഗ്രാമവാസ, ന്യാസിനോ അത്യർത്ഥലോലുപ. വടവഹ, ബ്രഹ്മചാരികൾ, അവ്രത അശൗച, വ്രതമില്ലാത്തവരായിട്ട് തീരും, ശുദ്ധിയില്ലാത്തവരായിട്ടും മാറും. കുടുംബിനഹ, കുടുംബികളോ, ഭിക്ഷവഹ ച, ഭിക്ഷയെടുക്കുന്നവര്, തപസ്വിനഹ, തപസ്സു ചെയ്യുന്നവര്, ഗ്രാമവാസാഹ, ഗ്രാമങ്ങളിൽ വസിക്കുന്നവര്, ന്യാസിനഹ, സന്യാസികൾ, അർദ്ധലോലുപാഹ, ധനത്തിൽ അത്യാഗ്രഹമുള്ളവരായി മാറും എന്ന് പറയും. ബ്രഹ്മചാരികൾ ഓരോ ആശ്രമത്തിനും യോജിച്ച പ്രവർത്തികളല്ല ചെയ്യാന്ന്. ബ്രഹ്മചാരികൾ വ്രതമുള്ളവരും ശുദ്ധിയുള്ളവരും ആവണം. പക്ഷേ ആ ആശ്രമത്തിന്
അനുചിതമായിട്ടുള്ള രീതിയിലാണ് അവർ ജീവിക്കുക. സമുചിതമായ ശൗചങ്ങൾ വെടിയുകയും ആചാരാദികൾ വേണ്ട പോലെ നടപ്പാക്കാതെയും വ്രതങ്ങൾ വേണ്ട പോലെ കൈക്കൊള്ളാതെയും ഒക്കെ ആവും. ഗൃഹസ്ഥാശ്രമികളായിരിക്കുന്ന കുടുംബികളോ അവര് ഭിക്ഷ കൊടുക്കേണ്ടവരാണ്, അല്ലെ? ഗൃഹസ്ഥന്മാരെങ്ങനെയാണ്? അവര് ധർമ്മം കൊടുക്കണം എന്നാണ്, ധർമ്മത്തെ ദാനം ചെയ്യണം എന്നാണ് പറയുക. നമ്മളൊക്കെ വരുന്ന ആളുകളെ ധർമ്മക്കാർ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ മാറി മാറി എന്തായി? ധർമ്മക്കാര് മാറി, നമ്മളിലും ധർമ്മമില്ല, വരുന്നവരിലും ധർമ്മമില്ലാതെയായപ്പോ അവരൊക്കെ കേവലം പിച്ചക്കാരായി മാറി, അല്ലേ? ഇങ്ങനെ ആ കുടുംബികൾ, ഗൃഹസ്ഥന്മാര് ഭിക്ഷ കൊടുക്കേണ്ടവരാണ്, അവർ പക്ഷെ ഭിക്ഷ യാചിച്ച് നടക്കും. വനത്തിലിരുന്ന് തപസ് ചെയ്യേണ്ട ആളുകൾ അവരെന്ത് ചെയ്യും? വാനപ്രസ്ഥം, മൂന്നാമത്തെ ആശ്രമം, മൂന്നാമത്തെ തലമാണ് വാനപ്രസ്ഥം. വനത്തിലാണ് താമസിക്കേണ്ടത്. അവര് വനത്തിൽ നിന്ന് ഗ്രാമത്തിൽ വന്ന് താമസിക്കും. നാലാമത്തെ ആശ്രമം സന്യാസം, അല്ലേ? എല്ലാം വെടിഞ്ഞ സന്യാസികൾ. സന്യാസം എന്ന് പറഞ്ഞാൽ അതാണ്, എല്ലാം ഉപേക്ഷിച്ചിട്ടാണ്, കേവലം തന്റെ ദേഹത്തുള്ള വസ്ത്രം പോലും ഉപേക്ഷിച്ച് തന്റെ ശിരസിലെ ആ രോമം പറിച്ചു കളഞ്ഞ്, മുടി വളരും തോറും അത് ലൗകികതയിലേക്കുള്ള വഴിയാണെന്നൊക്കെയാണ് പറയുക. മുടി നീട്ടി വളർത്തുക, അത് ഭംഗിയായി ഒതുക്കിക്കെട്ട, ഇതൊക്കെ നമ്മളെ ലൗകികതയിലേക്ക് അടുപ്പിക്കും. അതുകൊണ്ടാണ് സന്യാസികളൊക്കെ തലമുണ്ടനം ചെയ്ത് നടക്കണം എന്നൊക്കെ പറയണത്. അപ്പൊ ഇവിടെ എല്ലാം വെടിഞ്ഞിരിക്കേണ്ട സർവസംഘപരിത്യാഗികളായിരിക്കുന്ന ഈ സന്യാസിമാർ പോലും ധനാർജനത്തിൽ താല്പര്യമുള്ളവരായിട്ട് തീരും. അർദ്ധലോലുപാഹ, ധനത്തിൽ വലിയ ആഗ്രഹം. അതിനുവേണ്ടി പേര് സന്യാസി എന്നൊക്കെ ആണെങ്കിലും അവർ ധനമുണ്ടാക്കുന്നതിലാണ്, അർദ്ധം എന്ന അനർത്ഥത്തിൽ താല്പര്യമുള്ളവരായി മാറും. അതിലോലുപാഹ, വലിയ താല്പര്യമുള്ളവരായിട്ട്, അത്യാഗ്രഹമുള്ളവരായിട്ട് മാറും. ഹ്രസ്വകായ മഹാഹാര ഭൂരിപത്യ ഗതഹ്രിയ ശശ്വൽ കടുകഭാഷിണ്യശ്ചൗര്യമായോരു സാഹസ. പിന്നെ ആളുകളുടെ ആ സ്വരൂപത്തെ കുറിച്ച് പറയുകയാണ്, സ്വഭാവത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഹ്രസ്വകായ, ഉയരം കുറഞ്ഞ ശരീരത്തോടു കൂടിയവർ. മഹാഹാര, വലിയ ഭക്ഷണം കഴിക്കുന്നവർ. ഭൂരിപത്യ, നിരവധി കുട്ടികളുള്ള, സന്താനങ്ങൾ ധാരാളമുള്ളവർ. ഗതഹ്രിയ, ലജ്ജ നഷ്ടപ്പെട്ട, നാണമില്ലാത്തവർ. ശശ്വൽ കടുക ഭാഷിണ്യ, എപ്പോഴും അപ്രിയം പറയുന്നവരും. അതേപോലെ അവരെ കുറിച്ച് പറയുന്നു ചൗര്യമായോരു സാഹസ, കളവ്, കാപട്യം, മഹാസാഹസം ഇവയൊക്കെ ചെയ്യുന്നവരും. നോക്കൂ, സ്ത്രീകൾ കുറുകിയ ദേഹമുള്ളവരും, അധികം ഭക്ഷിക്കുന്നവരും, അധികം പ്രസവിച്ച് സന്താനങ്ങളെ വർദ്ധിപ്പിക്കുന്നവരും, ലജ്ജയില്ലാത്തവരും, ഭർത്താക്കന്മാരോട് അപ്രിയമായി സംസാരിക്കുന്നവരും, കളവ്, കാപട്യം എന്നിവ കൈവിടാതിരിക്കുന്നവരുമായിരിക്കും. പുരുഷനെ പോലെ തന്നെ സ്ത്രീകളും ഈ തരത്തിലായി മാറും. പണയിഷ്യന്തി വൈക്ഷുദ്ര കിരാട കൂടകാരിണ അനാപദ്യപി മംസ്യന്തേ വാർത്താം സാധു ജുഗുപ്സിതാം. ക്ഷുദ്ര, നീചന്മാര്, കൂടകാരിണ, വ്യാജം നടത്തുന്നവര്, കിരാട, കിരാടന്മാർ, കച്ചവടക്കാരായിട്ട്, പണയിഷ്യന്തി, ക്രയവിക്രയം ചെയ്യും. അനാപതി അപി, ആപത്തില്ലാതിരിക്കുമ്പോഴും, ജുഗുപ്സിതാം വാർത്താം സാധു മംസ്യന്തേ, നിന്ദിതമായിട്ടുള്ള വ്യാപാരങ്ങളെ ശ്രേഷ്ഠമാണ് എന്ന് വിചാരിക്കും. ധർമ്മവിചാരമില്ലാതെയാവും. ഇതാണ് കലിയുഗത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ധർമ്മവ്യാപാരമില്ലാതെയാകുമ്പോൾ വഞ്ചന തുടങ്ങും. ജനങ്ങൾ കച്ചവടക്കാരുമായിട്ട് ക്രയവിക്രയങ്ങൾ നടത്തും. ധർമ്മവിചാരം അവനവനില്ല, കച്ചവടക്കാർക്കുണ്ടാവില്ല. മാത്രമല്ല വർണ്ണാശ്രമ മര്യാദകൾ വെടിയും. ആപത്തിന്റെ സമയത്ത് ചിലപ്പോൾ ഇതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. എല്ലാ വർണ്ണങ്ങളും എല്ലാ ആശ്രമങ്ങളും അതേപോലെ കൊണ്ടു നടക്കാൻ ആപത്ത് വരുന്ന സമയത്ത് സാധിക്കില്ല. നമ്മൾ കണ്ടതാണ്, അല്ലേ? ബ്രാഹ്മണനായിരിക്കുമ്പോ ഇന്നിന്ന പ്രവർത്തികളൊക്കെ ചെയ്യണം, ശൂദ്രനായിരിക്കുമ്പോ ഇന്നത്, വൈശ്യനിന്നത്, ക്ഷത്രിയനിന്നത്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു പ്രകൃതിക്ഷോഭം വരുന്ന സമയത്തോ,
വലിയ സുനാമി വന്ന സമയത്ത്, പ്രളയം വന്ന സമയത്ത് എല്ലാവരും ഒരേപോലെയായി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആചാരാനുഷ്ഠാനങ്ങൾ? ധർമ്മ സംസ്ഥാപനത്തിനാണ്. ഒന്നിനേക്കാൾ കേമമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. എന്നാൽ ഇത്തരത്തിൽ ആപത്തില്ലാതിരിക്കുന്ന സമയത്തു പോലും വേദത്തിൽ നിഷേധിച്ചിട്ടുള്ള കാര്യങ്ങളെ ചെയ്യും. നിന്ദ്യമാർഗങ്ങൾ, ഇതാണ് ശ്രേഷ്ഠം എന്ന് പറയും കലിയുഗത്തിൽ. അതാണ് കലിയുഗത്തിന്റെ മറ്റൊരു പ്രത്യേകത. പതിം ത്യക്ഷ്യന്തി നിർദ്രവ്യം ഭൃത്യ അപ്യഖിലോത്തമം ഭൃത്യം വിപന്നം പതയ കൗലം ഗാശ്ചാപയസ്വിനി പറയുകയാണ്. ഇത് ആ മറ്റൊരിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. ദശമസ്കന്ധത്തിൽ 47-ാമത്തെ അധ്യായത്തില് ഗോപികമാര് സാക്ഷാൽ ഭഗവത് ദൂതനായ ഉദ്ധവൻ വരുന്ന സമയത്ത് ഗോപികമാര് അവരോട്, ആ ഉദ്ധവനോട് എന്നുള്ള പോലെ പറയുന്നുണ്ട്. നിസ്വം ത്യജന്തി ഗണിക അകൽപ്പം നൃപതിം പ്രജ അധീത വിദ്യ ആചാര്യ മൃത്യുജോ ദത്തദക്ഷിണം ഖഗാ വീതഫലം വൃക്ഷം ഭുക്ത്വാ ചാതിഥയോ ഗൃഹം ദഗ്ധം മൃഗാസ്തധാരണ്യം ചാരോ ഭുക്ത്വാ രതാം സ്ത്രീയം എന്ന് അവിടെ പറയുന്നുണ്ട്. കാര്യം കഴിഞ്ഞാൽ വിട്ടുപോകും. ഇവിടെ പരപുരുഷന്മാരെ സ്വീകരിക്കാനിരിക്കുന്ന വേശ്യകൾ ആ ധനം അപഹരിച്ചു കഴിഞ്ഞാൽ പുരുഷനെ ഉപേക്ഷിക്കും. രാജാവ് ശക്തനല്ല എന്ന് കണ്ട പ്രജകൾ ഉപേക്ഷിക്കും. ശിഷ്യനിൽ നിന്ന് ആ ദക്ഷിണ വാങ്ങി ശിഷ്യൻ ഗുരുനാഥനിൽ നിന്ന് വിദ്യ അഭ്യസിച്ചു, പിന്നെ ഗുരുനാഥനെ ഉപേക്ഷിക്കും. അതേപോലെ ദക്ഷിണ വാങ്ങി കഴിഞ്ഞാൽ ആർക്കു വേണ്ടിയാണോ കർമ്മം ചെയ്തത് ആ യാജ്യനെ, യജമാനനെ, ഋതുക്കള് ഉപേക്ഷിക്കും. കാര്യത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷികൾ ഫലമില്ലാത്ത വൃക്ഷത്തെ ഉപേക്ഷിക്കും. അതിഥികൾ ഭക്ഷണം കഴിഞ്ഞാൽ ഗൃഹത്തെ ഉപേക്ഷിക്കും. മൃഗങ്ങൾ കാട്ടുതീയിൽപ്പെട്ട വനത്തെ ഉപേക്ഷിക്കും. ജാരൻ ആ ആസക്തചിത്തയായ സ്ത്രീയെയും ഉപയോഗിച്ച ശേഷം ഉപേക്ഷിക്കും. ഇതേപോലെ ഇവിടെ ദ്വാദശസ്കന്ധത്തിൽ ഈ കലിയുഗത്തിന്റെ പ്രത്യേകതകൾ പറയുമ്പോൾ ശ്രീശുബ്രഹ്മർഷി ഇത് തന്നെയാണ് മറ്റൊരു രീതിയിൽ പറയുന്നത് എന്ന് നമുക്ക് ഇവിടെ തോന്നും. കാരണം എന്താ? ഇവിടെ പറയുകയാണ് ഈ രീതിയിൽ പതിം ത്യക്ഷ്യന്തി നിർദ്രവ്യം ഭൃത്യാ അപ്യഖിലോത്തമം ഭൃത്യം വിപന്നം പതയ കൗലം ഗാശ്ചാപയസ്വിനിം. അഖിലോത്തമം നിർദ്രവ്യം പതിം, എല്ലാം കൊണ്ടും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ ശ്രേഷ്ഠനാണെങ്കിലും ധനമില്ലാതെയായാൽ ദരിദ്രനായി മാറിയ സ്വാമിയെ ഭൃത്യാഹ, ഭൃത്യന്മാരും കൗലം വിപന്നം ഭൃത്യം, കുലക്രമാഗതനായിരുന്നാലും ആപത്തിലകപ്പെട്ട ഭൃത്യനെ പതയഹ, സ്വാമികളും അപയസ്വിനീക, പാലില്ലാത്ത പശുക്കളെയും ഒക്കെ ഉപേക്ഷിക്കും എന്നാണ്. സർവഗുണസമ്പന്നനായിരുന്നാലും സ്വാമി ധനമില്ലാത്തവനായി മാറിയാൽ ഭൃത്യന്മാരുപേക്ഷിക്കും. പരമ്പരയാ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത കുലത്തിൽപ്പെട്ട ആളാണ് ഭൃത്യൻ. പക്ഷേ അയാൾക്ക് രോഗം വന്നു, അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാണ്ടായി, പണിയെടുക്കണില്ല, അപ്പോ അയാളെ നമ്മൾ ഉപേക്ഷിക്കും. കറവ് മാറി എന്ന് വന്നാൽ ആ പശുവിനെയും ജനങ്ങൾ രക്ഷിക്കാതെ തള്ളിക്കളയും. ഇത് കലിയുഗത്തിന്റെ പ്രത്യേകതയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ 36-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. 37-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു.
ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം.
ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.